രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഈ വർഷത്തെ രാമായണ മാസത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. രാമായണം ഒരിക്കലും സമാപിക്കുന്നില്ല, രാമായണം അവസാനിക്കുന്നുമില്ല, രാമതത്വത്തിനും അവസാനമില്ല, രാമന്റെ ശക്തിയായ മൂലപ്രകൃതിയായ സീതാതത്വത്തിനും അവസാനമില്ല. എന്നാലും ഈ വർഷം നമുക്ക് മുഴുവനും രാമായണ മാസമായ രാമായണ വർഷമായിട്ട് നമുക്ക് ആചരിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു മാസം, കർക്കിടക മാസം മാത്രം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അതെന്തായാലും അതിനൊരു അവസാനം വേണം. അതുകൊണ്ട് നമ്മൾ ഈ അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. പ്രാക്തന ദേഹസ്ഥ കർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. കഴിഞ്ഞ ജന്മങ്ങളിലെ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ശരീരമായി രൂപപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ദേഹിക്ക്, ദേഹി എന്ന് പറഞ്ഞാൽ ജീവന് ശരീരങ്ങൾ ആവർത്തിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ശരീരത്തെയും ഉപേക്ഷിക്കേണ്ടതായും വരുന്നു. ഇതിന് കാരണം കർമ്മഫലമാണ്. കർമ്മഫലത്തിന് കാരണം എന്താ? കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ എന്തുകൊണ്ട് ഫലം നൽകുന്നു? ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃഭാവത്തോടുകൂടെ ഓരോ ജീവനും കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നത്. ആ ഫലം ആരെ ബാധിക്കും? കർത്താവിനെ ബാധിക്കും. ആ കർത്താവിന്റെ ഭാവമാണ് കർത്തൃത്വം. ആ അഹങ്കാരത്തിന് വശംവദരായി ഞാൻ എന്ന ഭാവത്തോടുകൂടെ, ഞാൻ ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കർമ്മഫലങ്ങൾ ഭുജിക്കേണ്ടി വരുന്നത്. ഇനി എന്തു പറയുന്നു എന്ന് നോക്കാം. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവ ദേഹങ്ങൾ കൊള്ളുന്നു. ഗീതാശ്ലോകത്തിന്റെ അപ്പടിയുള്ള തർജ്ജമയാണ്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ജീവന്റെ ദേഹത്യാഗം, അതാണല്ലോ മരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ വിഷമിക്കാൻ ഒന്നുമില്ല. കാരണം ഒരു വ്യക്തി പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എപ്രകാരമോ അതുപോലെ തന്നെയാണ് പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ ധരിക്കുക എന്നുള്ളത്. അവിടെ ഒന്നും നഷ്ടമാവുന്നില്ല. നമ്മൾ ഷർട്ട് ഊരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവുന്നില്ലല്ലോ. ഷർട്ട് ഊരിയിട്ടിട്ട് പുതിയ ഒരു ഷർട്ട് ധരിക്കുന്നു. കോടി ഉടുക്കാറില്ലേ നമ്മള്? കോടി ഉടുക്കാൻ നമുക്ക് വലിയ സന്തോഷവുമാണല്ലോ. കോടി എടുക്കാറുണ്ടല്ലോ നമ്മൾ കടയിൽ ചെന്ന്. അതുപോലെയാണ് ജീവന്റെ ശരീര സ്വീകാരവും ശരീര ത്യാഗവും. പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് ശരീര സ്വീകാരം, പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നത് പോലെ ശരീരത്യാഗം. ഇതിലെന്തിനാ വിഷമിക്കേണ്ടത്? ജനനത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മരണത്തിൽ എന്തിനു ദുഃഖിക്കുന്നു? ദുഃഖം എന്തു വില കൊടുത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ. മനുഷ്യർ ജീർണിച്ച വസ്ത്രങ്ങൾ, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പഴകിയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. പ്രകാശമുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ മനുഷ്യർക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച്, ജീർണിച്ച ദേഹങ്ങളെ, പഴയ വസ്ത്രങ്ങളെ എന്ന പോലെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണശോഭം നവ ദേഹങ്ങൾ കൊള്ളുന്നു. പ്രകാശിക്കുന്ന പുതിയ ശരീരങ്ങളെ ദേഹി സ്വീകരിക്കുന്നു. പുതുവസ്ത്രങ്ങൾ നാം ധരിക്കുന്നത് പോലെ അതിൽ കവിഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കുഞ്ഞിന്റെ ശരീരം നോക്കൂ, എത്ര മിനുമിനുത്തതാണ് അതിന്റെ ത്വക്ക്. അതിന്റെ കണ്ണുകൾ നോക്കൂ, എത്ര തിളക്കമുള്ളവയാണവ. ഓമനത്തം തുളുമ്പുന്ന മുഖം. ആരും കുഞ്ഞുങ്ങളെ എടുത്ത് കൊഞ്ചിച്ചു പോകും, ഉമ്മ കൊടുക്കും, മാറോടണയ്ക്കും. ആ കുഞ്ഞിന് ആകർഷണീയത നൽകുന്നത് ആ പുതുമയാണ്. ഇപ്പൊ ജനിച്ചതാണ്, പുതിയൊരു ശരീരത്തോടു കൂടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നതാണ് ആ കുഞ്ഞ്. അതിന്റെ മനസ്സും വെള്ള മനസ്സാണ്, കളങ്കമൊന്നുമില്ല അതിന്റെ ഉള്ളിൽ, പവിത്രമാണ്.
അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരായി തീരുന്നത്. അപ്പൊ പുതിയ ഒരു വസ്ത്രം ഉടുത്ത് വരുന്ന ഒരാളെ പോലെയാണ് പുതിയ ശരീരം കൈക്കൊള്ളുന്ന ഒരു ജീവൻ. കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിന് മൂലം ഈ കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജന മതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിന് മൂലം ഈ കർമ്മഭേദങ്ങൾ അറിയുക നീ. കാലചക്രത്തിന്റെ ഭ്രമണവേഗം, ചക്രം കറങ്ങുന്നതാണല്ലോ. കാലമാകുന്ന ചക്രം ഇങ്ങനെ നിരന്തരം അതിവേഗത്തിൽ കറങ്ങുന്നതിന് എന്താ കാരണം? കർമ്മമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൽപ്പിക്കുന്നത്. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലം, അതിന്റെ കാരണം, കാലം നിൽക്കാതെ ചലിച്ചുകൊണ്ടിരിക്കാൻ എന്താണ് കാരണം? കർമ്മഭേദങ്ങളാണ്. ജീവന്മാരുടെ പലതരത്തിലുള്ള കർമ്മഭേദങ്ങളാണ് കാലചക്രത്തെ തിരിക്കുന്നത്. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. ഇവിടെ ദുഃഖമുണ്ടാകാൻ എന്താ കാരണം? ജനങ്ങൾ ദുഃഖിക്കാൻ അല്ലെങ്കിൽ ജീവികൾ ദുഃഖിക്കാൻ എന്താണ് കാരണം? നീ പറയൂ എന്നാണ് ഭരതനോട് ആവശ്യപ്പെടുന്നത്. ഭരത, എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യരും മറ്റു ജീവികളും ദുഃഖിക്കുന്നത്? കർമ്മഫലങ്ങൾ തന്നെ, പൂർവജന്മകൃതങ്ങളായ കർമ്മങ്ങൾ തന്നെയാണ് സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം. അതുകൊണ്ട് അതല്ലാത്ത ഒരു കാരണം ആർക്കും പറയാനില്ല. ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ. ദുഃഖത്തിന് എന്താ കാരണം? നീ പറയൂ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. മഹാത്മാക്കൾ, മുഖ്യജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, ഋഷീശ്വരന്മാർ, അവരുടെ അഭിപ്രായം നീ കേൾക്കൂ, ഞാൻ പറയാം. ഇവിടെ ദുഃഖിക്കാൻ വിശേഷിച്ച് കാരണമൊന്നുമില്ല. അജ്ഞത കൊണ്ടാണ് ജീവന്മാർ ദുഃഖിക്കുന്നത്. കർമ്മഫലങ്ങളാണ് കാരണം, പൂർവജന്മ കർമ്മങ്ങളാണ് കാരണം എന്നുള്ളതൊക്കെ ശരി. പക്ഷെ അതൊക്കെ മിഥ്യയാണ്, വാസ്തവത്തിൽ ഇല്ല. മനുഷ്യന് ദുഃഖമുണ്ടാകാൻ കാരണം അവന്റെ ഉള്ളിൽ ഉള്ള അജ്ഞത തന്നെയാണ്, അല്ലാതെ വേറെ കാരണമൊന്നുമില്ല. അതുകൊണ്ട് ജ്ഞാനികൾ, പണ്ഡിതന്മാരുടെ അഭിപ്രായം നീ കേൾക്കൂ, ഞാൻ പറയാം. ഈ ജനിക്കുന്നത് എന്താ? ശരീരങ്ങളാണ്. പാഞ്ചഭൗതികമായ ജഡങ്ങളാണ് ശരീരങ്ങൾ. ആ ശരീരം ജനിക്കുന്നത് എന്തിനാ? നശിക്കാൻ വേണ്ടി. നശിക്കുന്നതോ വീണ്ടും ജനിക്കാൻ വേണ്ടി. അപ്പോൾ ജഡങ്ങളുടെ സ്വഭാവം തന്നെ ഇതാണ്. ജഡങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ, പ്രപഞ്ച ഘടകങ്ങൾ. അവ ഉണ്ടാവുന്നു, നശിക്കുന്നു. ഇത് അവയുടെ സ്വഭാവമാണ്. നീ ആത്മാവാണ്. ആത്മജ്ഞാനം നേടൂ. അപ്പോൾ മനസ്സിലാകും തനിക്ക് ജനന മരണങ്ങളില്ല. ശരീരമാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ പണ്ഡിത മതം, പണ്ഡിതന്മാരുടെ അഭിപ്രായം, അവരുടെ വീക്ഷണം എന്താണ് എന്ന് ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ, സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ, ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ, അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ആത്മാവിനെയാണ് വർണ്ണിക്കുന്നത് ഈ വാക്കുകളിലൂടെ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. ആത്മനി ചിന്തിക്ക, ഇത് നിന്റെ ഉള്ളിൽ നീ ചിന്തിച്ചു നോക്കൂ, ചിന്തിച്ചു മനസ്സിലാക്കൂ. നിന്റെ ഉള്ളിൽ ഒരു തെളിച്ചമുണ്ടാകട്ടെ ഈ കാര്യത്തിൽ. നീ ശരീരമല്ല, നീ ആത്മാവാണ്. ശരീരമാണ് ജനിച്ചു മരിക്കുന്നത്, ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഇതൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കൂ, ബുദ്ധിപരമായി ഗ്രഹിക്കൂ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മനി ചിന്തിക്ക. നീ നിന്റെ ഉള്ളിൽ ഈ കാര്യം ഒന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കൂ. ഷഡ്ഭാവവുമില്ല, ആത്മാവിന് 6 പ്രകാരത്തിലുള്ള അവസ്ഥാഭേദങ്ങളില്ല. ആ 6 തരത്തിലുള്ള പരിണാമങ്ങൾ ശരീരത്തിനാണ്. എന്താണ് 6 തരത്തിലുള്ള പരിണാമങ്ങൾ? ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഇതാണ് ശരീരത്തിന്റെ ഷഡ്ഭാവങ്ങൾ. ഇതിൽ ആദ്യത്തേതും അവസാനത്തേതും എന്ന് പറഞ്ഞാൽ ജനനവും മരണവും. ആ 2നെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 4 നമ്മുടെ ശരീരം കടന്നു പോകുന്ന 4 അവസ്ഥകളാണ്. ഏതൊക്കെയാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ജനനം ശരീരം
ഉണ്ടാകുന്ന പ്രക്രിയ. ശരീരം ജനിക്കുമ്പോഴാണ് ആ ജനനം എന്ന് പറയുന്നത്. ശരീരം നഷ്ടമാകുന്ന പ്രക്രിയ മരണവുമാണ്. ഇങ്ങനെ ജനന മരണങ്ങളും അവയുടെ ഇടയ്ക്കുള്ള ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ അവസ്ഥകളും, ഇവയാണ് 2, 4, 6 എന്ന് പറഞ്ഞത്. 6 ഭാവങ്ങൾ. ഈ 6 ഭാവങ്ങൾ ആത്മാവിനില്ല. അവ ജഡത്തെ സംബന്ധിക്കുന്നവയാണ്. ശരീരത്തിനാണ് ഈ 6 ഭാവങ്ങൾ. അപ്പോൾ ഈ ആത്മാവോ നിത്യനാനന്ദ സ്വരൂപൻ, നിരാകുലൻ, സത്യരൂപൻ, സകലേശ്വരൻ, ശാശ്വതൻ. ഈ ആത്മാവ് നാശമില്ലാത്തവനാണ്, നിത്യൻ, അഴിവില്ലാത്തവനാണ്, ആനന്ദസ്വരൂപൻ. ആത്മാവിന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. സ്വരൂപം ആനന്ദമായ ഒന്നിന് ആനന്ദം മറ്റെവിടെ നിന്നെങ്കിലും തേടേണ്ട കാര്യമുണ്ടോ? സ്വഗൃഹേ പായസം ത്യക്ത്വാ ഭിക്ഷാമടതി ദുർമതി. തന്റെ വീട്ടിൽ 1-ാം തരം പാൽപായസം അല്ലെങ്കിൽ പാലടപ്രഥമൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയാൾ പുറത്തെവിടെയെങ്കിലും ചെന്ന് പായസം വാങ്ങിച്ച് കുടിക്കേണ്ട കാര്യമുണ്ടോ? സ്വഗൃഹേ പായസം ത്യക്ത്വാ, വീട്ടിൽ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാൾക്ക് പുറത്തു പോയി പായസം കുടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ജീവന്മാരെന്താ ചെയ്യുന്നത്? വീട്ടിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള പായസം അതവിടെ ഉണ്ട് എന്നറിയാതെ തെരുവിൽ പിച്ചയെടുത്ത് നടക്കുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. തന്റെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽപായസത്തിന്റെ കാര്യം അറിയാതെ തെരുവുകളിൽ ഭിക്ഷ തണ്ടി നടക്കുന്നു. ആര്? നമ്മൾ ഓരോരുത്തരും, ജീവന്മാർ. ഉള്ളിൽ ആനന്ദസ്വരൂപമായ ആ ബ്രഹ്മം സദാ പ്രകാശിച്ചു നിൽക്കെ, ആ ആനന്ദം ഉള്ളിൽ തന്നെ അനുഭവിക്കാമെന്നിരിക്കെ ആ കാര്യം മനസ്സിലാക്കാതെ വിഷയങ്ങളാകുന്ന ജഡപദാർത്ഥങ്ങളിൽ സുഖം അന്വേഷിച്ച് നടക്കുന്നു. ഇതാണ് നമ്മുടെ സ്വഭാവം. പിച്ച തണ്ടി നടക്കുകയാണ്. പിച്ചക്കാരാണ് നമ്മൾ. എന്താണ് ഭിക്ഷ തണ്ടുന്നത്? സുഖം. പുറം ലോകത്തിൽ അന്വേഷിച്ച് നടക്കുന്നു. പുറം ലോകത്തിൽ സുഖമില്ല. സുഖം ആത്മാവിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അപ്പൊ ആത്മാവിൽ മാത്രമേ സുഖമുള്ളൂ എങ്കിൽ ആ സുഖമുള്ള ആത്മാവിനെ അല്ലേ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്? സുഖം അശേഷമില്ലാത്ത ജഡങ്ങളിൽ സുഖത്തെ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് അത് ലഭിക്കുമോ? ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ മനുഷ്യൻ ആലോചിക്കുന്നില്ല. ചിന്താശേഷി ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ ആ ചിന്താശേഷിയെ വേണ്ടവണ്ണം പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് ഇവിടെ എന്താ നമ്മെ ഓർമ്മിപ്പിക്കുന്നു? നിത്യൻ ആനന്ദ സ്വരൂപൻ, നിരാകുലൻ. ഈ ആത്മാവ് അഴിവില്ലാത്തവനാണ്, ആനന്ദസ്വരൂപനാണ്, നിരാകുലൻ, ദുഃഖം അശേഷമില്ലാത്തവനാണ്. ആനന്ദം അല്ലെങ്കിൽ സുഖം അത് സ്വരൂപമായിട്ടുള്ളവന് എങ്ങനെ ദുഃഖം ഉണ്ടാവും? നമ്മളൊക്കെ സുഖസ്വരൂപികളാണ്, ആനന്ദമയന്മാരാണ്, ആനന്ദസ്വരൂപമായ ആത്മാവാണ്. പക്ഷേ അത് പിടികിട്ടാത്തത് കൊണ്ടാണ് ദുഃഖം നമ്മെ ബാധിക്കുന്നതും ആ ദുഃഖത്തിന് പരിഹാരമായി സുഖത്തെ വിഷയങ്ങളിൽ അന്വേഷിക്കുന്നത്. അത് ശരിയല്ല. ആ ഏർപ്പാട് നിർത്തണം എന്നാണ് പറയുന്നത്. നിരാകുലനാണ് ഈ ആത്മാവ്, സത്യരൂപൻ, എന്നും നിലനിൽക്കുന്നവനാണ് ഈ ആത്മാവ്, സത്യസ്വരൂപനാണ്, സകലേശ്വരൻ, ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തി അഴിക്കുന്നവനാണ്, എല്ലാറ്റിന്റെയും ഈശ്വരനാണ്. പരമാത്മാവ് തന്നെയാണ് ഈശ്വരൻ, ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചം മുഴുവനും. ശാശ്വതൻ, സത്യരൂപൻ എന്ന് പറഞ്ഞതിനെ തന്നെ ശാശ്വതൻ എന്ന് പറയുന്നു. നാശമില്ലാത്തവനാണ്. ഇനി ഉള്ളിലോ ബുദ്ധ്യാദിസാക്ഷി, സർവാത്മാ സനാതനൻ, അദ്വയൻ, ഏകൻ, പരൻ, പരമൻ, ശിവൻ, ബുദ്ധി തുടങ്ങിയവയ്ക്ക് സാക്ഷിയാണ് ഈ ആത്മാവ്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇതൊക്കെ ആരുടെ എന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഓരോ വ്യക്തിയും പറയുക എന്റെ എന്നാണ്. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ഇന്ദ്രിയങ്ങൾ. ആ ഞാൻ തന്നെയാണ് ഈ ആത്മാവിന്റെ പ്രകടരൂപം. ബുദ്ധി തുടങ്ങിയവയുടെ സാക്ഷിയാണ് ഈ ആത്മാവ്. സർവാത്മാ, എല്ലാറ്റിന്റെയും ആത്മാവാണ്. സകല ജീവശരീരങ്ങളിലും കുടികൊള്ളുന്നത് ഇതേ ആത്മാവ് തന്നെയാണ്. സനാതനൻ, നാശമില്ലാത്തവൻ, എന്നും നിലനിൽക്കുന്നവൻ. അദ്വയൻ, ഏകൻ. ആത്മാവില് 2ഉം 20ഉം 30ഉം ഒന്നുമില്ല. അദ്വയനാണ്. ഒരൊറ്റ ആത്മാവേ ഇവിടെ ഉള്ളൂ. അതാണ് പല ശരീരങ്ങളിലും ഞാൻ എന്ന രീതിയിൽ പ്രകാശിച്ച് വിളങ്ങുന്നത്. അതുകൊണ്ട് ഈ ആത്മാവ് രണ്ടില്ലാത്തവനാണ്. അദ്വയൻ, ഏകൻ, ഒന്ന് മാത്രമാണ്. പരൻ, എല്ലാറ്റിനെയും അതിക്രമിച്ചു നിൽക്കുന്നവനാണ്.
പരമൻ അങ്ങേ അറ്റമുള്ളവനാണ്. ഈ ആത്മാവിനപ്പുറത്ത് ഇതിനേക്കാൾ മേലെ ഇതിനേക്കാൾ മഹത്തരമായത് ഒന്നുമില്ല. ശിവൻ മംഗളസ്വരൂപനാണ് ഈ ആത്മാവ്. ഈ ആത്മാവാണ് ശ്രീരാമചന്ദ്രസ്വാമി എന്നാണ് പറയുന്നത്. ആ രാമനെ ഓർത്ത്, എടോ ഭരത, താൻ ഇങ്ങനെ വെറുതെ കണ്ണീർ വാർക്കുന്നുണ്ടല്ലോ, താൻ ഇത്ര വിഡ്ഢിയായി പോയല്ലോ. ഇതാണ് വസിഷ്ഠ മഹർഷി തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നത്. അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ ഇത്ത മനാരഥം ചിന്തിച്ച് ചിന്തിച്ച് ചിത്തേ ദൃഢമായറിഞ്ഞ് ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. ഭരത, രാമനെയോ ലക്ഷ്മണനെയോ ജ്യേഷ്ഠപത്നിയായ സീതയെയോ ഒന്ന് ഓർത്ത് ദുഃഖിക്കണ്ട. കാരണം രാമൻ ആത്മാവാണ്, സീതാദേവി ആത്മശക്തിയായ മൂലപ്രകൃതിയാണ്, മായാ തത്വമാണ്. ലക്ഷ്മണൻ ആത്മാവിന്റെ തന്നെ വേറൊരു പ്രകടരൂപമായ ജാഗ്രത അവസ്ഥയാണ്. ശ്രീരാമൻ പരമാത്മാവാണെങ്കിൽ ലക്ഷ്മണൻ ജാഗ്രത അവസ്ഥ, ഭരതൻ സ്വപ്നാവസ്ഥ, ശത്രുഘ്നൻ സുഷുപ്തി അവസ്ഥ, സീത പരമാത്മശക്തിയായ മൂലപ്രകൃതി. ഈ ലക്ഷ്മണൻ ജാഗ്രത അവസ്ഥയാണ് എന്ന് പറയാൻ എന്താ കാരണമെന്നറിയാമോ? ലക്ഷ്മണൻ ഉറങ്ങാതെ ശ്രീരാമനും സീതാദേവിക്കും കാവൽ നിൽക്കുകയാണ് കാട്ടിൽ. അപ്പൊ ഉറങ്ങാതെ ആ ഉറക്കമിളച്ചുകൊണ്ട് സീതയെയും രാമനെയും രക്ഷിച്ചതുകൊണ്ട് അദ്ദേഹം ഉറക്കമില്ലാത്ത ഉണർവാണ്. ലക്ഷ്മണൻ എന്ന് പറയുന്നത് ജീവന്റെ ജാഗ്രത അവസ്ഥയാണ്. ഭരതന് രാമായണത്തിൽ വലിയ പങ്കില്ല. രാമന്റെ പാതുകകളെ വാങ്ങിച്ച് നന്ദിഗ്രാമത്തിൽ രാമന്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കുകയാണ് ഭരതൻ. അപ്പൊ വലിയ പങ്കൊന്നുമില്ല, ഭരതന്റെ പേര് വലുതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഭരതൻ സ്വപ്നാവസ്ഥയാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഭരതനെ കുറിച്ച് പരാമർശമുണ്ട്, അത്രയേ ഉള്ളൂ. ശത്രുഘ്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല രാമായണത്തിൽ. എവിടെയെങ്കിലും ശത്രുഘ്നൻ എന്തെങ്കിലും ചെയ്തതായിട്ടോ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ എന്തെങ്കിലും പ്രാധാന്യം അദ്ദേഹത്തിനുള്ളതായിട്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ശത്രുഘ്നൻ സുഷുപ്തി അവസ്ഥയാണ്. അവിടെ ഒന്നുമില്ല, ദൃശ്യങ്ങളൊന്നുമില്ല. ശത്രുഘ്നന്റെ പേര് പറയുന്നത് ആ ജനക രാജധാനിയിൽ വെച്ച് നടന്ന കല്യാണം. ഈ 4 സഹോദരന്മാരും 4 സഹോദരിമാരെയാണല്ലോ വിവാഹം കഴിച്ചത്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഇവർ 4 പേരും യഥാക്രമം സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി, ഈ 4 സഹോദരിമാരെയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ ശത്രുഘ്നന്റെ ഭാര്യ എന്ന് പറയുന്നത് ശ്രുതകീർത്തിയാണ്. ശത്രുഘ്നന് വലിയ പ്രാധാന്യമൊന്നുമില്ല, കാരണം അത് സുഷുപ്തി അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ രാമൻ പരമാത്മാവായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവും, അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കും, അങ്ങനെയുള്ള വിഷമമൊന്നും നിന്റെ ഉള്ളിൽ വരണ്ട. അദ്ദേഹം പരമാത്മാവാണ്, പരമകല്യാണനിധിയായ ശ്രീഹരിയാണ്, പരബ്രഹ്മമാണ്. ഇത്തം അനാരതം ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ നിരന്തരം പരിചിന്തനം ചെയ്ത് ചിത്തെ ദൃഢമായി അറിഞ്ഞ് പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ എന്ന് ബോധ്യപ്പെട്ട് ദുഃഖങ്ങളും ത്യക്വാ, നിന്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളെയൊക്കെ പൂർണ്ണമായി ത്യജിച്ചിട്ട് തുടങ്ങുക കർമ്മ സമൂഹവും, ഗംഭീരമായി കർമ്മം ചെയ്യൂ. ദുഃഖിക്കാതെ കർമ്മം ചെയ്യണം. അതാണ് വേദാന്തം നമ്മോട് ആവശ്യപ്പെടുന്നത്. കർമ്മങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ദുഃഖിക്കരുത്, കർമ്മഫലത്തെ ഓർത്ത് ദുഃഖിക്കരുത്. അതുകൊണ്ട് കർമ്മഫലങ്ങളെയൊക്കെ ഉള്ളിൽ നിന്ന് ത്യജിച്ച്, അതിനെയാണ് സംഘം എന്ന് പറയുന്നത്, ആ സംഘത്തെ ത്യജിച്ച് കർമ്മ സമൂഹം തുടങ്ങുക. ഒന്നല്ല, ഒരു 100 കർമ്മങ്ങൾ ചെയ്തോളൂ ഭരത. കർമ്മ സമൂഹങ്ങൾ തുടങ്ങിക്കോളൂ. കാരണം രാമന്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കേണ്ടത് ഭരതനാണ്. ഒരു രാജാവിന്റെ ചുമതലകളെല്ലാം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ കർമ്മ സമൂഹം തുടങ്ങിക്കോളൂ. സത്വരമേതും വിഷാദം ഉണ്ടാകുല. നിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്പം പോലും വിഷാദം നിന്നെ ബാധിക്കരുത്. നീ ദുഃഖിക്കാൻ പാടില്ല. ഇവിടെ ദുഃഖിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് വെറും ഒരു നാടകമാണ്. ഏത്? ഈ ജീവിതം, ഈ ശരീരവുമായി ചേർന്ന് നിന്ന് കുറച്ചു കാലം നമ്മൾ ഇവിടെ കഴിഞ്ഞ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ, പലതും നേടുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ വെറും നാടകം. നേടിയതൊന്നും യഥാർത്ഥത്തിൽ നേട്ടമല്ല, നഷ്ടങ്ങളൊന്നും വാസ്തവത്തിൽ നഷ്ടവുമല്ല. ആരും ഒന്നും കൊണ്ടുവരുന്നുമില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല.
പിന്നെ എന്തിനാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? ഈ ലാഭനഷ്ട കണക്കുകൾ എന്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കാനാണോ? അവരാണ് സാധാരണ ചോദിക്കാറുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോ ബാലൻസ് ഷീറ്റിന്റെ കണക്കൊന്നും എടുക്കണ്ട, ലാഭനഷ്ട കണക്കുകൾ നിരത്തുകയും വേണ്ട. ഇത് വെറും നാടകം. ഒരേ പരമാത്മ വസ്തുവിൽ അനാദിയായി നടക്കുന്ന ഭ്രമരൂപത്തിലുള്ള ഒരു നാടകമാണ്. സ്വപ്നം പോലെയാണ്. ഇവിടെ ആരും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഇവിടെയുള്ള ലാഭനഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ സന്തോഷഭരിതമായ ഒരു ഹൃദയത്തോടുകൂടെ നീ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുക. ഇപ്പൊ തന്നെ കർമ്മങ്ങൾ തുടങ്ങിക്കോളൂ. കർമ്മ സമൂഹവും സത്വരം തുടങ്ങുക. പെട്ടെന്ന് തന്നെ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. ഏതും വിഷാദമുണ്ടാവില്ല. നിനക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല, ഉണ്ടാവരുത്. കാരണം ദുഃഖിക്കാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിക്കുകയാണ് വസിഷ്ഠ മഹർഷി ചെയ്യുന്നത്. അങ്ങനെ അയോധ്യാകാന്ഡം സമാപിച്ചു. ഈ വർഷത്തെ രാമായണ മാസത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയത് കേവലം 2 കാണ്ഡങ്ങൾ മാത്രം, ബാലകാന്ഡവും അയോധ്യാകാന്ഡവും. അപ്പോ ബാക്കിയുള്ള കാണ്ഡങ്ങളോ? ഞാൻ പറഞ്ഞില്ലേ, രാമായണം ഒരിക്കലും അവസാനിക്കുന്നില്ല, രാമന്റെ കഥ തീരുന്നില്ല. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വർഷത്തെ രാമായണ മാസത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ശ്രീരാമനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ രാമഭക്തനായ ഹനുമാനെയും മനസ്സിലാക്കുക എന്നാണ്. ആഞ്ജനേയ സ്വാമിയെ പരാമർശിക്കാതെ കടന്നുപോയാൽ ഈ രാമായണ മാസ ആചരണം അല്ലെങ്കിൽ ഈ സത്സംഗ പരമ്പര ഒരിക്കലും പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ആഞ്ജനേയ സ്വാമിയെയും കൂടെ ഒന്ന് സ്മരിച്ചിട്ട് പരിസമാപിപ്പിക്കാം. സാധാരണ ആഞ്ജനേയ സ്തുതികൾ നമ്മൾ ചൊല്ലാറുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ആരും പറയാറുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചം വീശാം. ആ അർത്ഥത്തെ അല്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആഞ്ജനേയം അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ആഞ്ജനേയൻ അതിപാടല ആനനത്തോട് കൂടിയവനാണ്. പാടലം എന്ന് പറഞ്ഞാൽ ചെറിയ ചുവപ്പ് നിറം, പെയിൽ റെഡ്, വിളറിയ ചുവന്ന നിറം, ഏതാണ്ട് റോസാപ്പൂവിന്റെ നിറം, അതാണ് പാടലവർണ്ണം. എന്നാൽ വെറും പാടലമല്ല, അതിപാടലം, വിളറിയ ചുവപ്പ് നിറമല്ല, കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ചുവപ്പ് നിറമാണ്. ആർക്ക്? ആഞ്ജനേയ സ്വാമിയുടെ മുഖത്തിന്. അതിപാടലമായ ആനനത്തോടു കൂടിയ ആഞ്ജനേയ സ്വാമിയെ ഭാവയാമി, ഞാൻ മനസ്സിൽ ഭാവന ചെയ്യുന്നു. കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം. കാഞ്ചനാദ്രി സ്വർണപർവ്വതം. സ്വർണപർവ്വതം എന്താണ്? മഹാമേരു. മഹാമേരുവിനെ പോലെ പ്രകാശിക്കുന്ന കമനീയമായ ശരീരത്തോട് കൂടിയവനാണ് ആഞ്ജനേയ സ്വാമി. അങ്ങനെയുള്ള ശരീരത്തോട് കൂടിയ ആഞ്ജനേയ സ്വാമിയെ ഞാൻ ഭാവന ചെയ്യുന്നു. പാരിജാത തരുമൂലവാസിനം. പാരിജാത വൃക്ഷത്തിന്റെ ചുവട്ടിൽ വസിക്കുന്ന പവമാനനന്ദനനെ, വായുപുത്രനായ ആഞ്ജനേയ സ്വാമിയെ ഞാൻ മനസ്സിൽ ഭാവന ചെയ്യുന്നു. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമനാമം എവിടെ എവിടെ ഉച്ചരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഹനുമാന്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഹനുമാൻ അവിടെ തന്റെ സാന്നിധ്യം തെളിയിക്കും എന്നാണ് പറയുന്നത്. എത്രയെത്ര രഘുനാഥ കീർത്തനം. എവിടെ എവിടെയാണോ രഘുനാഥന്റെ പേരുകൾ, നാമങ്ങൾ കീർത്തനം ചെയ്യപ്പെടുന്നത് അവിടെയൊക്കെ തത്ര തത്ര കൃതമസ്തകാഞ്ജലി, 2 കൈകളും കൂപ്പി തന്റെ തലയിൽ വെച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമി അവിടെ സന്നിഹിതനാവും. എങ്ങനെയാ? ബാഷ്പവാരി പരിപൂർണലോചനം. കണ്ണുകളിലൂടെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ അഞ്ജനാ തനയൻ രാമനാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന സ്ഥലത്തിൽ സന്നിഹിതനാകും. ബാഷ്പവാരി പരിപൂർണലോചനം. ബാഷ്പവാരി കണ്ണുനീർ, ദുഃഖം കൊണ്ടുള്ള കണ്ണുനീരല്ല, ആനന്ദക്കണ്ണീർ. ആ ആനന്ദക്കണ്ണീർ കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ഇങ്ങനെ താഴേക്ക് ഒഴുക്കുന്നവനായി ഹനുമാൻ രാമനാമം ഉച്ചരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ സന്നിഹിതനാകും. അങ്ങനെയുള്ള മാരുതിയെ
മരുത്ത് എന്ന് പറഞ്ഞാൽ വായു, കാറ്റിന്റെ മകനാണല്ലോ, വായുദേവന്റെ മകനാണ് ഹനുമാൻ. അങ്ങനെയുള്ള മാരുതിയെ രാക്ഷസാന്തകം മാരുതിം നമത, രാക്ഷസന്മാരെയൊക്കെ വകവരുത്തിയ രാക്ഷസന്മാരുടെ അന്തകനായ ആ വായുപുത്രനെ നിങ്ങളെല്ലാവരും നമസ്കരിക്കുവിൻ എന്നാണ് ഈ ശ്ലോകം ആവശ്യപ്പെടുന്നത്. വേറെ ഒരു ശ്ലോകം എന്താ? മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മനോജവം, മനസ്സിന്റെ വേഗതയാണ് ഹനുമാന്. മനസ്സിന്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്താ? ഭാവന ചെയ്യാൻ പോലും പറ്റാത്ത വേഗത്തിലാണ് മനസ്സ് ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ സഞ്ചരിക്കുന്നവൻ. മാരുതതുല്യ വേഗം, വായുകുമാരനാണല്ലോ, അപ്പൊ പിന്നെ വേഗതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ? കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ. ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി നിർത്തിയവൻ. ബുദ്ധിമതാം വരിഷ്ഠം, ബുദ്ധിമാന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. അങ്ങനെയുള്ള വാതാത്മജം, കാറ്റിന്റെ പുത്രനായ വായുകുമാരനായ വാനരയൂഥമുഖ്യം, വാനര സൈന്യത്തിന്റെ തലവനായിരിക്കുന്ന അല്ലെങ്കിൽ വാനരന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമന്റെ ദൂതനായ ആ ഹനുമാനെ ഞാൻ തല കുമ്പിട്ട് നമസ്കരിക്കുന്നു. ഇനി നമ്മൾ താത്വികമായി നോക്കിയാൽ ആരാണ് ഈ ഹനുമാൻ? ഹനുമാൻ എന്ന് പറഞ്ഞാൽ ശേമുഷി ബുദ്ധിയാണ്. ശേമുഷി എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി എന്നാണ് അർത്ഥം. പിന്നെ എന്തിന് ശേമുഷി ബുദ്ധി എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, തത്വത്തെ വിചാരം ചെയ്ത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശക്തിയുള്ള ബുദ്ധിയാണ് ശേമുഷി ബുദ്ധി. ആ ശേമുഷി ബുദ്ധിയെയാണ് ഹനുമാൻ എന്ന് പറയുന്നത്. എങ്ങനെ അറിയാം? ഹനുമാന്റെ പ്രസിദ്ധമായ ഒരു സ്തുതിയുണ്ട്. ഹനുമാൻ ചെയ്തതല്ല, നമ്മൾ ഹനുമാൻ സ്വാമിയെ സ്തുതിക്കാൻ വേണ്ടി ചൊല്ലുന്ന ഒരു സ്തോത്രമോ ഒരു പദ്യമോ ഉണ്ട്. അതിന്റെ തുടക്കം തന്നെ ഹനുമാൻ ആരാണെന്ന് വ്യക്തമാക്കുന്നു. എന്താണ് ആ ശ്ലോകം? ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വഞ്ച ഹനുമത് സ്മരണാത് ഭവേത്. ബുദ്ധിതത്വമാണ് ഹനുമാൻ. ശ്രീരാമനെയും സീതയെയും യോജിപ്പിക്കുന്നത് ഹനുമാനാണല്ലോ. ഹനുമാൻ ശ്രീരാമന്റെ മുദ്രമോതിരം സീതാദേവിയുടെ അടുക്കൽ കൊണ്ടുകൊടുത്ത് പകരം സീതാദേവിയുടെ ചൂടാമണി വാങ്ങിച്ചോണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോ ബ്രഹ്മത്തെയും ബ്രഹ്മശക്തിയായ മായയെയും ചേർത്ത് മായയെ ബ്രഹ്മത്തിനകത്ത് അടക്കുന്നത് ബുദ്ധിയുടെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ ഹനുമാന് അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുന്നത്. അത് തത്വവിചാര കുശലമായ ബുദ്ധി തന്നെയാണ്. അതിനെയാണ് ശേമുഷി ബുദ്ധി എന്ന് പറയുന്നത്. ആ ഹനുമാനെ ഭജിച്ചാൽ, സ്തുതിച്ചാൽ, ആരാധിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബുദ്ധി, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, ബലം, കായിക ബലം ഉണ്ടാവും, യശഃ, കീർത്തി ഉണ്ടാവും, ധൈര്യം, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമുക്കൊന്നും ഇല്ലാത്തതാണ്. ആ ധൈര്യം വേണ്ടുവോളം മനസ്സിൽ നിറയും. നിർഭയത്വം, ഒന്നിനെയും ഭയപ്പെടാത്ത ആ നിർഭയത്വം എന്നുള്ള അവസ്ഥ മനസ്സിന് ലഭിക്കും. അരോഗത, ആരോഗ്യം. പിന്നെ എന്താ? അജാഡ്യം, ജഡത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഡൾനെസ്, അതാണ് ജഡത്വം. ആ ഡൾനെസ് ഒക്കെ മാറി ഊർജ്ജസ്വലത, കർമ്മം ചെയ്യാനുള്ള ഒരു തീവ്രത, വ്യഗ്രത, മടിയും ആലസ്യവും ഒന്നും ഇല്ലാത്ത അവസ്ഥ, അതാണ് അജാഡ്യം. അതും ഹനുമത് ആരാധന കൊണ്ട് ലഭിക്കും. പിന്നെ വാക്പടുത്വം, സംസാരശേഷി, നല്ല വാക്കുകളെ നല്ല സമയത്ത് പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ ഒരു ഈശ്വരാനുഗ്രഹം വേണം. അതിനെയാണ് വാഗ്മിത അല്ലെങ്കിൽ വാക്പടുത്വം എന്ന് പറയുന്നത്. വാക്കുകളെ യഥാസ്ഥാനത്ത് യുക്തമായ രീതിയിൽ കൃത്യസമയത്ത് പ്രയോഗിക്കാനുള്ള കഴിവാണ് വാക്പടുത്വം. ആ വാക്പടുത്വം ബുദ്ധിയുടെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് ശേമുഷി ബുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്ന ഹനുമാനെ ഭജിക്കുന്നത് കൊണ്ട് വാക്പടുത്വവും സിദ്ധിക്കും. വാക്പടുത്വഞ്ച ഹനുമത് സ്മരണാത് ഭവേത്. ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബലം, യശസ്,
ധൈര്യം, നിർഭയത്വം, ആരോഗ്യം, ജാഡ്യമില്ലായ്മ, വാക്പടുത്വം ഇവയെല്ലാം ഹനുമാന്റെ സ്മരണം കൊണ്ട് തന്നെ കിട്ടും. മനസ്സിൽ സ്മരിച്ചാൽ മതി. ഹനുമാന്റെ നാമങ്ങൾ ചൊല്ലണമെന്നില്ല, ആരാധിക്കണമെന്ന് പോലുമില്ല. ഹനുമാനെ സ്മരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗുണവിശേഷങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഹനുമാനെയും പരാമർശിച്ചു. ഭക്തിയുടെ മകുടോദാഹരണമാണ് ഹനുമാൻ. അങ്ങേറ്റം വിനയമുള്ള ഒരു എളിയ ദാസനാണ്, രാമഭക്തനാണ് ഹനുമാൻ. അതുകൊണ്ട് ആ ഹനുമാന്റെ സ്തുതിയോടുകൂടി നമ്മൾ ഈ വർഷത്തെ രാമായണ മാസാചരണം അല്ലെങ്കിൽ ഈ വർഷത്തെ രാമായണ സത്സംഗം പരിസമാപിപ്പിക്കുകയാണ്. കർക്കടകം കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങം, ചിങ്ങമാസം ഓണത്തിന്റെ മാസമാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അത്തം മുതൽ 10 ദിവസം, 10-ാം ദിവസം തിരുവോണമാണ്. അപ്പോ ഈ പൊന്നിൻ ചിങ്ങം നമ്മുടെ കൊറോണ വരുത്തിവെച്ച ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാം ഒരു മോചനം ഉണ്ടാക്കി തീർക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ പ്രാർത്ഥന രാമചന്ദ്രസ്വാമി കേൾക്കും. അതില് ഒരു സംശയവും വേണ്ട. പൂക്കളങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് പ്രകാശിക്കട്ടെ. വീട്ടുമുറ്റങ്ങളിൽ എന്നുള്ളതിലുപരി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പൂക്കളങ്ങൾ ഓണക്കാലത്ത് മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും, നമ്മുടെ ജീവിത അവസാനം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നാം ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ പൂക്കളങ്ങൾ സദാ പ്രകാശിച്ച് നമുക്ക് എന്നും സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം നമുക്ക് രാമചന്ദ്രസ്വാമിയോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യാം. നമുക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും ഈ ഓണക്കാലത്തും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ സത്സംഗ പരമ്പര ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ ഒരു കാണിക്ക എന്ന രൂപത്തിൽ സമർപ്പിക്കുന്നു. രാമനാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പരിസമാപിപ്പിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വിനീതമായ പ്രണാമം, നമസ്കാരം.